പാൽ വില വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് മിൽമ ബോർഡ്. വർധനവില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനും തീരുമാനമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. പറയേണ്ടതില്ലല്ലോ, കടുത്ത ചൂടാണ്. മനുഷ്യന്മാരെ പോലെ തന്നെ പക്ഷിമൃഗാദികളുടെയും അതിജീവനം പ്രയാസത്തിലാണ്. ഇതോടൊപ്പം കടുത്ത പ്രതിസന്ധി നേരിടാൻ പോവുകയാണ് സംസ്ഥാനത്തെ ക്ഷീര കർഷകരും. ഈ മാസാവസാനം കണക്കുകൾ വരുമ്പോൾ ഉൽപാദനം കുത്തനെ കുറയുമെന്നുള്ളതാണ് വിലയിരുത്തൽ. കാലിത്തീറ്റയുടെ വിലവർധന, പച്ചപ്പുല്ലിന്റെയും കുടിവെള്ളത്തിന്റെയും ക്ഷാമം, കന്നുകാലികളെ കൊടും ചൂടിൽ പുറത്തു മേയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, തുടരെയുണ്ടാകുന്ന രോഗബാധ തുടങ്ങി ക്ഷീരകർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ചെറുതൊന്നുമല്ല. ഈ മാസത്തെ കണക്കെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഉത്പാദനം താഴേക്ക് പതിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ചൂട് കൂടുന്നതനുസരിച്ച് തൊഴുത്തുകളിൽ സജ്ജീകരണം ഒരുക്കണമെങ്കിൽ ഈ വരുമാനമൊന്നും മതിയാകാതെ വരും. ചുറ്റുപാടും വരണ്ടുണങ്ങിയതോടെ പച്ചപ്പുല്ല് ലഭിക്കാറില്ല. 20 കിലോഗ്രാമിന് 260 രൂപ വരെ വിലയുള്ള വൈക്കോൽ വാങ്ങിയാണ് പശുക്കൾക്ക് നൽകുന്നത്. സ്വകാര്യ കമ്പനികളുടെ കാലിത്തീറ്റയ്ക്കാകട്ടെ 1500-നടുത്ത് വില വരും. ഇതെല്ലാം നൽകിയാലും പാലുത്പാദനത്തിൽ വർധന ഉണ്ടാകില്ല എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ കർഷകന് 50 രൂപയെങ്കിലും ലിറ്ററിന് ലഭിച്ചാൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിലയിരുത്തൽ. നിലവിൽ വിലവർധന എന്ന ആവശ്യം സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് മിൽമ ബോർഡ്. കർഷകരെ സഹായിക്കുന്നതിന് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാന ഇൻഷുറൻസ് ഒരു പ്രത്യേക കാലയളവിൽ ചൂട് കൂടിയാൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് മാക്സിമം ഒരു മാസം ഒരു നിശ്ചിത അളവിൽ അന്തരീക്ഷം ചൂടിൽ നിൽക്കുകയാണെങ്കിൽ 2000 രൂപ ഒരു കർഷകന് കിട്ടുന്ന വിധത്തിലൊരു ഇൻഷുറൻസ് പരിരക്ഷ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അത് ഇക്കൊല്ലവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസങ്ങളിൽ കവർ ചെയ്യും. ആദ്യമായിട്ടാണ് നമ്മൾ മലബാറിൽ നടപ്പിലാക്കി. അതിനുശേഷം നമ്മൾ നടപ്പിലാക്കിയ പദ്ധതി കണ്ടിട്ടാണ് ഇന്ത്യയിൽ വളരെ പ്രമുഖരായിട്ടുള്ള മറ്റ് യൂണിയനുകളും ഫെഡറേഷനുകളും ഒക്കെ നടപ്പിലാക്കി. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പിൽ തന്നെ ഇതിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഫെഡറേഷൻ്റെ ബോർഡിലൊക്കെ ചർച്ച ചെയ്തിട്ട് വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരുമായിട്ട് ഒന്ന് ആശയവിനിമയം നടത്തിയിട്ടാണ് വില വർദ്ധിപ്പിക്കുക. ഇനിയിപ്പോൾ നമ്മൾ പുതിയ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ പാൽ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആലോചന ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളൊരു ബോർഡ് തീരുമാനം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ചോളത്തണ്ടുകൾ, എള്ളിൻ പിണ്ണാക്ക്, പരുത്തിപ്പിണ്ണാക്ക്, പരുത്തിക്കുരു, തവിട് എന്നിവയുടെ വിലവർധനയും ലഭ്യതക്കുറവുമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണനിലവാരവും വിലയും കുറഞ്ഞ പാൽ കേരളത്തിലേക്ക് എത്തുന്നു എന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. പാൽ വില 4 രൂപ മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിച്ചാൽ ഉപഭോക്താക്കളെയും കാര്യമായി ബാധിക്കും എന്നതിലും സംശയമില്ല. ചൂടെന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ ക്ഷീരമേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. ചൂട് കൂടിയതോടെ പ്രതിസന്ധി വർദ്ധിച്ചു. കന്നുകാലികളെ വിറ്റഴിക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് കർഷകർ പറയുന്നു. നിലവിൽ സർക്കാരിന്റെ അനുകൂല തീരുമാനത്തിനായുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.